ഹായ് ഓൾ, ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തേർഡ് ക്ലാസ്സാണ്. നമ്മളപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സ്, പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഓർഗൻസ്, അതേപോലെ ഷെഡ്യൂൾസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ 3 കാര്യങ്ങളുമാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇതിലേക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫീച്ചേഴ്സാണ് നോക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് 2 ഫീച്ചേഴ്സ് ഉണ്ട്, ഫെഡറൽ ഫീച്ചേഴ്സും യൂണിറ്ററി ഫീച്ചേഴ്സും. ഓക്കെ, എന്താണ് ഈ ഫെഡറൽ ഫീച്ചേഴ്സ്, എന്താണ് ഈ യൂണിറ്ററി ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫെഡറൽ കൺട്രിയാണ്. ഫെഡറൽ ഫീച്ചേഴ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. അതേപോലെ യൂണിറ്ററി ഫീച്ചേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഫെഡറൽ ഫീച്ചേഴ്സ് എന്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, ഒരു കാര്യം ചോദിച്ചിട്ട് ഇത് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്ന് എടുത്ത് ചോദിച്ചു ഇത് ഏത് ഫീച്ചറാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മളിത് മൊത്തം കാണാപ്പാഠം പഠിക്കണമെന്നില്ല. നമുക്ക് ജസ്റ്റ് ഇത് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഏത് ഫീച്ചറാണെന്ന്. കാരണം നമ്മൾ ജസ്റ്റ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ കാര്യം എടുത്താൽ മതി. അതായത് നമ്മൾ കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏതൊരു സ്റ്റേറ്റ് ആണെങ്കിലും പിന്നെ ഇന്ത്യ, ഈ കേരളത്തിനെ സ്ട്രെങ്ത് ആക്കുന്നതും ഇന്ത്യൻ അതായത് സെൻറ്ററിനെ സ്ട്രെങ്ത് ആക്കുന്നതും കേരള ഗവൺമെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റും എടുക്കാം. നമുക്ക് ഇന്ത്യൻ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും. ഇതിൽ കേരള ഗവൺമെൻറ്റിനെ സ്ട്രെങ്ത് ആക്കുന്ന ഫീച്ചേഴ്സ്, അതുപോലെ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ സ്ട്രെങ്ത് ആക്കുന്ന ഫീച്ചേഴ്സ് ഇതിലേതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിനെ സ്ട്രെങ്ത് ആക്കുന്ന ഫീച്ചേഴ്സാണ് യൂണിറ്ററി ഫീച്ചേഴ്സ്. നമ്മൾ യൂണിയൻ ഗവൺമെൻറ് എന്നൊക്കെ പറയില്ലേ, അതുകൊണ്ടാണ് യൂണിറ്ററി ഫീച്ചേഴ്സ് ആരെ സ്ട്രെങ്ത് ആക്കുന്നതാണ്? സെൻട്രൽ ഗവൺമെൻറ്റിനെ സ്ട്രെങ്ത് ആക്കുന്നതാണ്. ഇനി കേരള ഗവൺമെൻറ്റിനെ സ്ട്രെങ്ത് ആക്കുന്നതാണ് ഫെഡറൽ ഫീച്ചേഴ്സ്. ഫെഡറൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫെഡറൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറലായിട്ട് ലിബറലായിട്ട്, അതായത് എല്ലാവർക്കും ഇൻക്ലൂഡ് ചെയ്യാൻ, അതായത് സ്റ്റേറ്റ്സിനും സെൻറ്ററിൻ്റെ അതേ റോൾ പ്ലേ ചെയ്യാനുള്ളൊരു സാഹചര്യം കൊടുക്കുന്ന ഈ ഒരു ഫെഡറലിസം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഫെഡറലിസം എന്ന് പറയുന്നതും യൂണിറ്ററിയും എന്താണ് വ്യത്യാസം നോക്കാം. അതായത് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അതൊരു ഫെഡറൽ ഫീച്ചേഴ്സാണ്. കാരണം ഫെഡറൽ ഫീച്ചറാണ്. നമുക്കിപ്പം അതായത് സെൻറ്ററിൽ കൂടുതൽ ശക്തി വരികയാണെങ്കിൽ തന്നെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വാല്യൂ വെച്ചിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന കേസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫെഡറലിസത്തിൻ്റെ ഒരു ഫീച്ചറാണ്. ഡുവൽ ഗവൺമെൻറ് പൊളിറ്റി, അതായത് ഡുവൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിലും സ്റ്റേറ്റിലും വരുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു പൊളിറ്റിക്സ് വരുമ്പം അതും സെൻറ്ററിനെ സ്ട്രോങ് ആക്കും. വെറും സെൻറ്ററിൽ മാത്രമാണ് ഗവൺമെൻറ് എന്നല്ലെങ്കിൽ സ്റ്റേറ്റിനെ സ്ട്രോങ് അല്ല. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഓർത്താൽ തന്നെ അറിയാം, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ഒരിക്കലും സെൻറ്ററിനെ സ്ട്രോങ് ആക്കില്ല. ഇപ്പം ജുഡീഷ്യറി സെൻറ്ററിൻ്റെ കൺട്രോളിലാണെങ്കിൽ അത് സെൻറ്ററിനെ സ്ട്രോങ് ആക്കുന്നതാണ്. പക്ഷേ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ആണുള്ളത്. പിന്നെ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, അതായത് ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ ലോകസഭയും അതേപോലെ രാജ്യസഭയും ഒരുമിച്ച് പാസ്സാക്കണം. ഓക്കെ, ലോകസഭയിൽ നിന്ന് പാസ്സായി, അത് പിന്നീട് രാജ്യസഭയിൽ നിന്ന് പാസ്സായി, പിന്നെ പ്രസിഡൻറ്റ് ഒപ്പുവെക്കുമ്പോഴാണ് അതൊരു നിയമമാവുക. മണി ബില്ലിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. രാജ്യസഭയ്ക്ക് അത്ര പവറില്ല, എന്നാലും ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയിട്ടാണ് പ്രസിഡൻറ്റ് ഒപ്പുവെക്കുക. അപ്പോൾ ആ ഒരു കാര്യമാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. ഇതൊക്കെ നമ്മളെ സ്റ്റേറ്റിനെ സ്ട്രോങ് ആക്കുന്ന കാര്യങ്ങളാണ്. കാരണം ലോക്സഭ മാത്രമാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങളൊക്കെ എളുപ്പമായി പാസ്സായി പോകും. ഓക്കെ, പിന്നെ ഡിവിഷൻ ഓഫ് പവർ. ഈ പവർ നമുക്കറിയാം 3 ലിസ്റ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കോൺകറൻറ്റ് ലിസ്റ്റ്. അതിൽ ഓരോരോ പവർ ഓരോരുത്തർക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ പവർ ഡിവിഷൻ വരുന്നതും ഒരു സ്ട്രെങ്ത് ആക്കണമാണ്, സുപ്രമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതൊക്കെ ഫെഡറൽ ഫീച്ചേഴ്സാണ്. ഈ ഫെഡറൽ ഫീച്ചേഴ്സ് എന്താ, യൂണിറ്ററി ഫീച്ചേഴ്സ് എന്താ? SSCക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്ത് ഫീച്ചറാണെന്ന് ചോദിച്ചിട്ട്. അത് ഫെഡറൽ ഫീച്ചറാണ്. ഈ യൂണിറ്ററി ഫീച്ചേഴ്സ് സ്ട്രോങ് ആക്കുന്നത് ആരെയാണ്? സെൻട്രൽ ഗവൺമെൻറ്റിനെ. ഓക്കെ, ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് IAS, IPS, IFS ഈ സർവീസുകളൊക്കെ കൺട്രോൾ ആർക്കാണ്? സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. നമ്മുടെ ഇവിടുത്തെ ഭരണം കൺട്രോൾ ചെയ്യുന്ന ബ്യൂറോക്രാറ്റിക് സിസ്റ്റം മെയിൻലി സെൻട്രൽ ഗവൺമെൻറ്റിനാണ് കൺട്രോൾ ഉള്ളത്. അതൊരു യൂണിറ്ററി ഫീച്ചേഴ്സാണ്. ഇൻറ്റഗ്രേറ്റഡ് എലക്ഷൻ മെഷീനറി. ഓക്കെ, ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിലൊക്കെ സെൻറ്ററിനെ സ്ട്രോങ് ആക്കുന്ന കാര്യങ്ങളാണ്. ഇൻറ്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ഫെഡറലിസമാണ്, പക്ഷേ ഇൻറ്റഗ്രേറ്റഡ് ജുഡീഷ്യറി സെൻറ്ററിനെ സ്ട്രോങ് ആക്കണം. അതായത് സ്റ്റേറ്റ് ഒരു നിയമം പാസ്സാക്കിയാലും, ഹൈക്കോർട്ട് ഒരു നിയമം പാസ്സാക്കിയാലും സുപ്രീം കോർട്ടിലെത്തിയിട്ട് അതിന് മാറ്റം വരുത്താം. അതാണ് ഇൻറ്റഗ്രേറ്റഡ്. അതായത് പല ടയർ ഓഫ് ജുഡീഷ്യറി, നമുക്ക് 3 ടയർ ജുഡീഷ്യൽ സിസ്റ്റമാണുള്ളത്. ഒന്ന് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, അതേപോലെ താഴെ സബോർഡിനേറ്റ് കോർട്ട്സ്.
പിന്നെ എമർജൻസി പറഞ്ഞൊരു സ്റ്റേറ്റിന് എമർജൻസി പ്രൊവിഷൻ ആക്കി കഴിഞ്ഞാൽ അവിടെ സ്റ്റേറ്റിന് ഒരു പവറും ഇല്ലാതെയാവുകയാണ്. സെൻറ്ററാണ് എല്ലാ കാര്യം ഹാൻഡിൽ ചെയ്യുന്നത്. സിംഗിൾ സിറ്റിസൺഷിപ്പൊക്കെ നമ്മുടെ സെൻറ്ററിനെ സ്ട്രോങ് ആക്കുന്നതാണ്. നോ ഇക്വാലിറ്റി ഓഫ് സ്റ്റേറ്റ് റെപ്രസെൻറ്റേഷൻ, ഫ്ലെക്സിബിലിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭേദഗതി കൊണ്ടുവരാൻ പറ്റുന്നത്, അത് സെൻറ്ററിനെ സ്ട്രോങ് ആക്കുന്നതാണ്. സ്റ്റേറ്റ് നോട്ട് ഇൻഡസ്ട്രക്റ്റിബിൾ, സ്ട്രോങ് സെൻറ്റർ. ഓക്കെ, നമ്മളെപ്പോഴും പറയും ഇന്ത്യ ഈസ് എ ഫെഡറൽ കൺട്രി വിത്ത് എ സ്ട്രോങ് സെൻറ്റർ എന്ന്. സെൻറ്ററിനെ സ്ട്രോങ് ആക്കുന്ന ഫീച്ചേഴ്സാണ് ഇതെല്ലാം. സെൻറ്ററും സ്ട്രോങ് ആവണം, അതുപോലെ സ്റ്റേറ്റും സ്ട്രോങ് ആവണം. അതുകൊണ്ടാണ് നമ്മളൊരു ഫെഡറലിസം ആയൊരു കൺട്രിയാണ്. ഫെഡറലിസം കൺട്രി വിത്ത് യൂണിറ്ററി ഫീച്ചേഴ്സ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് അത് ഓർത്ത് വയ്ക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് ഈ ഫെഡറലിസത്തിനെ കുറിച്ചിട്ട്, ഇന്ത്യനെ കുറിച്ചിട്ട് പറയുന്നതാണ് യൂണിറ്ററി ഫെഡറേഷൻ, അതേപോലെ ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെൻറ്റർ. ഇത് ഇന്ത്യനെ കുറിച്ച് പറയുന്നതാണ്. യൂണിറ്ററി ഫീച്ചേഴ്സ് വിത്ത് സ്ട്രോങ് സെൻറ്റർ എന്നും പറയാറുണ്ട്. ഇനി ഇന്ത്യത്തെ ഫെഡറലിസത്തിനെ കുറിച്ചിട്ട് വേറെയുള്ളവർ കമൻറ്റ് ചെയ്തത് നമുക്ക് നോക്കാം. അതായത് KCVR കമൻറ്റ് ചെയ്തത് എന്താണ്? ക്വാസി ഫെഡറൽ ആണെന്നാണ്. ഗ്രാൻവിൽ ഓസ്റ്റിൻ കമൻറ്റ് ചെയ്തത് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നാണ്. മോറിസ് ജോൺസൺ കമൻറ്റ് ചെയ്തത് ബാർഗെയിനിങ് ഫെഡറലിസം എന്നാണ്. ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. ഈ ഗ്രാൻവിൽ ഓസ്റ്റിനോ KCVR ഏതോ ഒന്ന് ഈ രാജ്യത്തെ CGL ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് 3 ടയർ സാധനങ്ങളുണ്ടെന്ന് അറിയാം. ഒന്ന് ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ലെജിസ്ലേറ്റീവ് ഒരു നിയമം ഉണ്ടാക്കും. ഇപ്പം നാളെ മുതൽ രാത്രി പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞൊരു നിയമം ലെജിസ്ലേറ്റീവ് ഉണ്ടാക്കി. രാത്രി ആരും പുറത്തിറങ്ങരുത്, 10 മണിക്ക് ശേഷം ആരും പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞൊരു നിയമം ലെജിസ്ലേറ്റീവ് ഉണ്ടാക്കി. അപ്പോൾ അത് നടപ്പിലാക്കുന്നതാണ് എക്സിക്യൂട്ടീവ്. നിയമം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ലെജിസ്ലേറ്റീവ്. അതായത് ലോക്സഭയും രാജ്യസഭയും ഒരേപോലെ പാസ്സാക്കി നിയമം ഉണ്ടാക്കും. അങ്ങനെ ലെജിസ്ലേറ്റീവ് നിയമം ഉണ്ടാക്കി കേട്ടോ. ഈ ലെജിസ്ലേറ്റീവിൻ്റെ അടിയിൽ വരുന്നതാണ് ലോക്സഭ, രാജ്യസഭ. ഇവർ രണ്ടാളും കൂടി നിയമം ഉണ്ടാക്കി രാത്രി ആരും പുറത്തിറങ്ങരുത്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ്, അതേപോലെ തന്നെ ഈ ഗവൺമെൻറ് സിസ്റ്റംസും, അതുപോലെ ആദ്യത്തെ ഒഫീഷ്യൽസും, പോലീസ്, അവരൊക്കെ. അപ്പം ഈ പുറത്ത് ആൾക്കാർ ഇറങ്ങിയാൽ അപ്പോൾ നിയമം ഉണ്ടാക്കി വിചാരിച്ചിട്ട് ആൾക്കാർ പുറത്തിറങ്ങില്ല എന്നില്ലല്ലോ. ആൾക്കാർ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ പോലീസ് വന്നിട്ട് എന്തെങ്കിലും ഫൈൻ ഇമ്പോസ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുക്കും. അപ്പോഴൊക്കെ ആൾക്കാർ പുറത്തിറങ്ങാതെ വെക്കും. അപ്പോൾ ഈ നിയമം നടപ്പിലാക്കുന്നത് ആരാണ്? എക്സിക്യൂട്ടീവാണ്. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, അങ്ങനെ നിയമമൊന്നുമില്ല. പിന്നെ ആ നിയമത്തിനെ കുറിച്ചിട്ട് അപ്പം ഈ നിയമം എന്ത് ചെയ്തു? ഈ നിയമം ആൾക്കാർക്ക് ശരിയാണോ? ചിലവർക്ക് രാത്രി വർക്കിന് പോകേണ്ടി വരും, അതേപോലെ രാത്രി ട്രാവൽ ചെയ്യേണ്ടി വരും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുള്ളതാണ്. അപ്പോൾ ആ ഒരു നിയമം ശരിയായൊരു നിയമമല്ല എന്ന് നമുക്ക് തോന്നുകയാണ്. അപ്പോൾ ലെജിസ്ലേറ്റീവ് പാസ്സായ നിയമം എക്സിക്യൂട്ടീവ് നടത്തിയേ മതിയാവും. എക്സിക്യൂട്ടീവിന് ഇഷ്ടമല്ലെങ്കിൽ പോലും ലെജിസ്ലേറ്റീവ് ഒരു നിയമം പാസ്സാക്കി അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ് സർവൻ്റ് എന്ന രീതിയിൽ ഒരു എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടി. ഇനി ജുഡീഷ്യലിൻ്റെ റോൾ എന്താണ് അവിടെ? ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആണ്, എക്സിക്യൂട്ടീവിന് ഇൻഡിപെൻഡൻ്റ്. ലെജിസ്ലേറ്റീവ് പറയുന്നത് കേൾക്കണം എന്നില്ല. ജുഡീഷ്യറി എന്ത് ചെയ്യും? അതിനൊരു കേസ് കിട്ടും, ഇങ്ങനൊരു നിയമം വന്നിട്ടുണ്ട്, അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ജുഡീഷ്യറി എന്ത് ചെയ്യും? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് റെഫർ ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ളൊരു നിയമമാണോ, ആൾക്കാർക്ക് ഒരു ഡിക്റ്റേറ്റർ ആയിട്ടുള്ള നിയമമാണോ, അങ്ങനെ ഒന്ന് പരിശോധിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള നിയമം അല്ലാന്ന് തെളിഞ്ഞ ആ നിയമം എന്ത് ചെയ്യും? അവിടെ ഇൻവാലിഡ് ആക്കും. ഓക്കെ, അങ്ങനെ ഒരു പ്രൊസീജിയറാണ് നമ്മുടെ ഈ 3 ടയർ ആയിട്ടുള്ള 3 ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്, 3 പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി, അങ്ങനെ പലതും പറയാതിന്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പം ഈ പറഞ്ഞതാണ് ഒരു ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ. അതായത് നിയമം ഉണ്ടാക്കുന്നു, നിയമം നടപ്പിലാക്കുന്നു, നിയമം ശരിയാണോ എന്ന്, വാലിഡ് ആണോ എന്ന് നോക്കുന്നു. അടുത്തത് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മിറ്റീൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്. പക്ഷെ നമ്മളത് പഠിക്കാതെ നമ്മൾ വെറുതെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. NJAC എന്ന് പറഞ്ഞ, അതായത് ജഡ്ജിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ കൊണ്ടുവന്ന ഒരു സാധനമാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി. അത് ലെജിസ്ലേറ്റീവാണ് ഉണ്ടാക്കിയത്. അത് എക്സിക്യൂട്ടീവ് നടപ്പിലാക്കി എന്ന് പറഞ്ഞാൽ ഒരു എക്സിക്യൂട്ടീവ് ഒരു NJACനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഒരു കുറച്ച് NJAC ആണ് ഇനി മുതൽ ജഡ്ജുകളെ അപ്പോയിൻറ്റ് ചെയ്യുക. പക്ഷേ എന്താ, ജുഡീഷ്യറി പറഞ്ഞു അത് ശരിയല്ല, കാരണം ഇതിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ വരും എന്ന് പറഞ്ഞിട്ട് അത് ഇൻവാലിഡ് ആക്കി, 99th അമെൻമെൻറ്റ് ഇൻവാലിഡ് ആക്കി. പക്ഷേ അത് നമ്മൾ പഠിക്കാത്ത കാര്യമായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാവും മനസ്സിലാക്കാൻ, മറ്റേതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പം മനസ്സിലാക്കാത്തതുകൊണ്ട്. ഇനി ഷെഡ്യൂൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതെല്ലാവർക്കും അറിയുന്നതാകും. നമുക്ക് 12 ഷെഡ്യൂളുണ്ട്.
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായ സമയത്ത് നമുക്ക് 8 ഷെഡ്യൂളായിരുന്നു ഉണ്ടായിരുന്നത്. 9, 10, 11, 12 ആഡ് ചെയ്തതാണ്. ഇത് മുനിസിപ്പാലിറ്റി, ഇത് മുനിസിപ്പാലിറ്റി, 12 മുനിസിപ്പാലിറ്റി, ഇത് പഞ്ചായത്ത്, ഇത് ആൻറ്റി ഡിഫെക്ഷൻ ലോ, 9ാമത്തത് ലാൻഡ് റിഫോം റെഗുലേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ ഷെഡ്യൂള് അത് പഠിക്കാനൊരു ഷോർട്ട് കട്ട് ഉണ്ട്, അതും ഏകദേശം എല്ലാവർക്കും അറിയുന്നുണ്ടാകും. എന്നാൽ നമുക്കൊന്ന് വെറുതെ നോക്കി നോക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഷെഡ്യൂൾസ് പഠിക്കാനുള്ള ഷോർട്ട് കട്ടായിട്ട് ഇവർ പറയുന്നത് ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്ന് പറഞ്ഞൊരു ഷോർട്ട് കട്ടാണ്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ TEARS, ഇതെന്താണ്? ടെറിട്ടറി. ഇതാണ് എമൗൾമെൻറ്റ്സ്. എമൗൾമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി അലവൻസസ് ഒക്കെ. ഇതാ എമൗൾമെൻറ്റ്സ്, ടെറിട്ടറി എമൗൾമെൻറ്റ്സ്. അടുത്തത് അഫർമേഷൻ. അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓത്ത് അതൊക്കെ. പിന്നെ രാജ്യസഭ, പിന്നെന്താ ഷെഡ്യൂൾഡ് ഏരിയാസ്. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ടെറിട്ടറി, യൂണിയൻ ടെറിട്ടറി. 1 മുതൽ 4 വരെയുള്ള ആർട്ടിക്കിൾ നമുക്കറിയാം. 1 മുതൽ 4 വരെയുള്ള ആർട്ടിക്കിൾ നമുക്കറിയാം യൂണിയൻ ടെറിട്ടറിനെ കുറിച്ച് പറയുന്നതാണ്. അത് കഴിഞ്ഞിട്ട് എമൗൾമെൻറ്റ്സ്. എമൗൾമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി എല്ലാവരും. പിന്നെ അപ്പോയിൻമെൻറ്റ്സ്, പിന്നെ രാജ്യസഭയിലെ സീറ്റ് അലോക്കേഷൻ. ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. 4th ഷെഡ്യൂൾ. ഇതൊക്കെ ഓരോ ഷെഡ്യൂളാട്ടോ. 1, 2, 3, 4, 5, 5th ഷെഡ്യൂൾ വരെ എങ്ങനെയാണ് പറയുന്നത്. ഷെഡ്യൂൾഡ് ഏരിയാസ്. ഈ ഷെഡ്യൂൾഡ് ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അതായത് TERS ഫസ്റ്റ് ഷെഡ്യൂൾ എന്താണെന്നറിയാം, സെക്കൻഡ് അറിയാം, തേർഡ് അറിയാം, 4th മനസ്സിലായി, രാജ്യസഭയിൽ സീറ്റ് ലൊക്കേഷൻ. 5th ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് ഏരിയാസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഏതൊക്കെയാണ് ഈ ഷെഡ്യൂൾഡ് ഏരിയാസ്? അതായത് അഡ്മിനിസ്ട്രേറ്റിംഗ് ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ് പറയുന്നത്. അത് കുറേ സ്റ്റേറ്റുകളിലുണ്ട്. ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, MP, ഗുജറാത്ത്, രാജസ്ഥാൻ, തെലങ്കാന, അങ്ങനെ കുറേ സ്റ്റേറ്റുകളിലുണ്ട്. കേരളത്തിലൊന്നുമില്ല, തമിഴ്നാട്ടിലൊന്നുമില്ല, അങ്ങനെ കുറച്ച് സ്റ്റേറ്റുകളിലുണ്ട്. ആന്ധ്ര, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, MP, ഗുജറാത്ത്, HP, JK, രാജസ്ഥാൻ, തെലങ്കാന, അങ്ങനെ ഉണ്ട്. അതുപോലെ 6ാമത്തെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ TEARS ഓഫ് ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്നാണ്. അപ്പം O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരുന്നത്? അതർ ഷെഡ്യൂൾഡ് ഏരിയാസ് ആണ്. ഈ അതർ ഷെഡ്യൂൾഡ് ഏരിയാസിൽ വരുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതേതാണ്? ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം ആണ്. ആസാം, മേഘാലയ, അങ്ങനെയല്ല, ഇത് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പം വഴി ഉണ്ടായിരുന്നു. ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം. ഇങ്ങനെയല്ല. 6th ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസാം, ത്രിപുര, മിസോറാം, മേഘാലയ. ഓക്കെ, ഇതാണ് കോഡ്. അപ്പോൾ ഇതെന്താ കോഡ് വെച്ച് കഴിഞ്ഞാൽ മേഘാലയയിൽ ATM പോയപ്പം അവിടെ മണിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൂട്ടത്തിൽ എഴുതുന്നത് ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം എന്നൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന അടുത്തൊരു സ്റ്റേറ്റാണ് മണിപ്പൂർ. കാരണം ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട്. അപ്പോൾ മണിപ്പൂരായിട്ട് തെറ്റിദ്ധരിക്കാതെ വെക്കാനാണ് പറയുന്നത്. ആസാം, മേഘാലയയിൽ നമുക്കറിയാം ചിറാപുഞ്ചി ഹിൽസൊക്കെ ഉള്ളതാണ്. അവിടെ ഭയങ്കര മഴ പെയ്യുന്നതാണ്. അപ്പോൾ അവിടുത്തെ ATMൽ എപ്പോഴും ആൾക്കാർ പൈസ കൊണ്ടിടാൻ പറ്റില്ല എന്നോർത്താൽ മതി. അതാണ് ആസാം, ത്രിപുര, മിസോറാം, മേഘാലയ. അപ്പോൾ മണി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്പൂർ ഇല്ല എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു കോഡ് എന്ന് പറയുന്നത്. അതായത് 6th ഷെഡ്യൂളിൽ പറയുന്ന ഏരിയാസ് മണിപ്പൂർ വരും, പക്ഷെ മണിപ്പൂർ നമ്മൾ ഇടരുത്, കാരണം മണിപ്പൂർ ഇല്ല അതിൽ. ഓക്കെ, ഇനി 7th ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റാണ്. 3 ലിസ്റ്റ് ഉണ്ട്: സ്റ്റേറ്റ് ലിസ്റ്റ്, കോൺഗ്രൻറ്റ് ലിസ്റ്റ്, അതേപോലെ യൂണിയൻ ലിസ്റ്റ്. ഈ യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കോൺഗ്രൻറ്റ് ലിസ്റ്റിലും എത്ര സബ്ജക്റ്റാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് നമുക്കറിയാം യൂണിയൻ, സ്റ്റേറ്റ്, കോൺഗ്രൻറ്റ്. യൂണിയനിലാണ് ഏറ്റവും കൂടുതൽ സബ്ജക്റ്റ് ഉള്ളത്. 97 ആയിരുന്നു, ഇപ്പോൾ 100 ഉണ്ട്. മറ്റേതിൽ 66 ഉണ്ട്, അതിപ്പോൾ 61 ആയിട്ടുണ്ട്. പിന്നെ 47 ഉണ്ട്, അതിപ്പോൾ 52 ആയിട്ടുണ്ട്. ഓക്കെ, ഏതിലേറ്റവും കൂടുതലുള്ളത്? കുറവുള്ളത് കോൺഗ്രൻറ്റിലും കൂടുതലുള്ളത് യൂണിയനിലും. മാറ്ററൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസ്, റെയിൽവേ, അങ്ങനത്തതൊക്കെ ഇതിൽ വരും. സിറ്റിസൺഷിപ്പ്, എയർവേസ്, ബാങ്കിങ്, ഇൻഷുറൻസ്, ഫോറിൻ അഫെയർസ്, സെൻസസ് നമുക്ക് ഓർത്താൽ തന്നെ അറിയാം. പിന്നെ ബാക്കിയുള്ള ഹെൽത്ത്,
ലിക്കർ, അഗ്രികൾച്ചർ, ഫിഷറീസ്, ബെറ്റിംഗ്, ഗാംബ്ലിംഗ് അതൊക്കെ സ്റ്റേറ്റിൽ വരും. പിന്നെ മാരേജ്, ഡൈവേഴ്സ്, ഇലക്ട്രിസിറ്റി, എഡ്യൂക്കേഷൻ നമുക്കറിയാം സെൻട്രൽ ലെവലിലുണ്ട്, സ്റ്റേറ്റ് ലെവലിലുണ്ട്. ക്രിമിനൽ ലോ അതൊക്കെ, വെയിറ്റ് ആൻഡ് മെഷർമെൻറ്റ് അതൊക്കെ ഇതിലാണ് വരിക, കോൺകറൻറ്റിൽ വരും. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കണം. അപ്പം എന്തായാലും ഇതാണ് ഈ 7ാമത്തെ ഷെഡ്യൂൾ വരെ. ഇനി 8ാമത്തെ ഷെഡ്യൂൾ എന്താണ്? ലാംഗ്വേജസ് ആണ്. നമുക്കറിയാം നമ്മുടെ 8th ഷെഡ്യൂൾ മുഖേന പ്രകാരം നമുക്ക് 14 ലാംഗ്വേജസ്, ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. 14 ലാംഗ്വേജസ് ഉണ്ട്. ഇപ്പം അത് മാറി 22 ലാംഗ്വേജസ് ആയിട്ടുണ്ട് കേട്ടോ. ആദ്യം 14 ആയിരുന്നതിന് ഇപ്പം 22 ലാംഗ്വേജസ് ആയിട്ടുണ്ട്. ഇതിന് നമ്മൾ പഠിക്കാനുണ്ട്. അതായത് 21ാമത്തെ അമെൻമെൻറ്റ്, അതുപോലെ തന്നെ 71ാമത്തെ അമെൻമെൻറ്റ്, അതുപോലെ തന്നെ 92ാമത്തെ അമെൻമെൻറ്റ്. 21ാമത്തെ അമെൻമെൻറ്റ് ഓഫ് 1967 കേട്ടോ. ഇത് 1992, ഇത് 2003. ഓക്കെ, ഇതിലാണ് സിന്ധി ആഡ് ചെയ്തത്. ഇതെപ്പോഴും ഓർത്ത് വെക്കേണ്ടതാണ്, കാരണം ഇത് ഒറ്റ ഒരാളായിട്ട് നിൽക്കുന്നതാണ്. 21 സിന്ധി, 67. 21ാമത്തെ അമെൻമെൻറ്റ് ഓഫ് 1967 സിന്ധി, അത് നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. പിന്നെ വരുന്നത് KMN എന്ന് പഠിച്ചാൽ മതി. KMN എന്താ? കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി. ഓക്കെ, കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി 71st അമെൻമെൻറ്റിലൂടെ ആഡ് ചെയ്തതാണ്. അടുത്തത് BDSM, ബോഡോ, ഡോഗിരി, സന്താലി, മൈതാലി. ഓക്കെ, ഇതൊക്കെ ഓരോരോ ലാംഗ്വേജസ് ആണ്, നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുള്ളതാണ് കേട്ടോ. ബോഡോ, ഡോഗിരി, സന്താലി, മൈതാലി. ഈ BDSM, KMN, സിന്ധി അങ്ങനെ ഓർത്താൽ മതി. 21ാമത്തെ അമെൻമെൻറ്റ് 67, അതിനോട് 50 കൂട്ടിയാൽ 72ാമത്തെ അമെൻമെൻറ്റ് 92. ഈ 92 ഇങ്ങോട്ട് എടുത്തിട്ട് 92nd അമെൻമെൻറ്റ് 2003. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്ര അമെൻമെൻറ്റാണ് എന്താ പറയുക, നമ്മുടെ 8th ഷെഡ്യൂളിലേക്ക് 14 ലാംഗ്വേജിൽ നിന്നും 1, 2, 3, 4, 5, 6, 7 അല്ല, ഇവിടെ 4, 3, 7, 10 അല്ല, 4, 3, 7, 8 ലാംഗ്വേജ് ആയിട്ട് 22 ലാംഗ്വേജ് ആക്കി മാറ്റിയത്. ഓക്കെ, ഇപ്പോൾ കറക്റ്റ്. അപ്പം ഇതാണ് 8th ഷെഡ്യൂൾ. ഇനി 9th ഷെഡ്യൂൾ ലാൻഡ് റിഫോം ആക്ട് ആണ്. അതായത് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിലൂടെ വന്നതാണ് കേട്ടോ. ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിലൂടെ വന്നത് ഏതാണെന്ന് ചിലപ്പോൾ ചോദിക്കും. അതാണ് 9th ഷെഡ്യൂൾ. ലാൻഡ് റിഫോം ആക്റ്റും ജമീന്ദാറി സിസ്റ്റമാണ്. 10th ഷെഡ്യൂളിൽ, അതായത് ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്, 1985 52nd അമെൻമെൻറ്റിലൂടെ. ഇതൊക്കെ നമ്മൾ ഈ 52nd അമെൻമെൻറ്റ് ഇതൊക്കെ അതായത് പഞ്ചായത്തി രാജ് വന്നത്, ആൻറ്റി ഡിഫെക്ഷൻ ലോ വന്നത്, മുനിസിപ്പാലിറ്റി വന്നത്, അതേപോലെ 21A വന്നത്, 21A 2002, 86th അമെൻമെൻറ്റ് കണ്ടു. ഇതൊക്കെ നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ മറക്കാനേ പാടില്ല. അപ്പം 10th ഷെഡ്യൂൾ പഠിച്ചു. ഇനി 11th ഷെഡ്യൂളുണ്ട്, 12th ഷെഡ്യൂളുണ്ട്. ഓക്കെ, 12th ഷെഡ്യൂളും 11th ഷെഡ്യൂളും നമുക്ക് PM എന്ന് ഓർത്ത് വയ്ക്കാം. PM എന്താ? P എന്താ? പഞ്ചായത്ത്. M എന്താ? മുനിസിപ്പാലിറ്റി. ഇത് 1992ലും ഇത് 1992ലാണ് കേട്ടോ. ഇത് 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റും ഇത് 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിലുമാണ് വന്നത്. ഓക്കെ, ഇനി പഞ്ചായത്തിൻ്റെ കീഴിലും മുനിസിപ്പാലിറ്റീൻ്റെ കീഴിലും ഇതിൽ 29 ഫങ്ഷണൽ ഐറ്റും ഇതിൽ 12 ഫങ്ഷണൽ ഐറ്റും ഉണ്ട്. അതായത് നമ്മളെ ലിസ്റ്റ് പറയില്ലേ, യൂണിയൻ ലിസ്റ്റ്, കോൺകറൻറ്റ് ലിസ്റ്റ്, അതുപോലെ ഇതിൻ്റെ അടിയിൽ വരുന്ന ഐറ്റംസാണ്. അപ്പം ഇത്രയാണ് നമുക്ക് വരുന്ന ഷെഡ്യൂൾസ്. 12 ഷെഡ്യൂൾസ് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മിക്കവർക്കും അറിയുന്ന കാര്യം തന്നെയാകും. അതുകൊണ്ടാണ് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ എല്ലാം കവർ ചെയ്തത്. ഇനി നമുക്ക് പ്രിയാമ്പിളും അതേപോലെ ആർട്ടിക്കിൾസുമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കിടക്കാം. ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം ഇതാണ് അതിൻ്റെ ഒരു ബേസ്. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്ത കാര്യങ്ങളിൽ യൂണിറ്ററി ഫെഡറൽ ഫീച്ചേഴ്സ് ഇതൊന്നും നമ്മൾ അധികം കാണാറില്ല. യൂണിറ്ററി ഫെഡറൽ ഫീച്ചേഴ്സ് എന്നൊക്കെ കാണാറുണ്ട്, പക്ഷെ എന്താണെന്നുള്ളത് അതിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ ഇതിൻ്റെ ബേസിക് അറിഞ്ഞിരിക്കണമെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്.
അതേപോലെ ലിസ്റ്റ് ഷെഡ്യൂൾസ് പിന്നെ നമ്മൾ കാണാറുണ്ട് എല്ലായിടത്തും. അതായത് നമുക്ക് 8 ഷെഡ്യൂളിൽ നിന്ന് എങ്ങനെയാണ് 12 ഷെഡ്യൂൾ ആയത്. അപ്പോൾ ഇതിലും ഓരോന്ന് മാറുമ്പോൾ 8ാമത്തെ ഷെഡ്യൂളിൽ ഏതൊക്കെ 22 ലാംഗ്വേജ് വരുന്നത്, 14 എണ്ണം ഓൾറെഡി ഉണ്ടായിരുന്നു, അതിന് ഏതൊക്കെ ആഡ് ആയത്. ഓക്കെ, അതൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു. വളരെ സിമ്പിളായിട്ട് പഠിച്ചതാണ്. 21, 71, 92, ഇത് 67, ഇത് 92, ഇതോ ഇത് 2003. ഇതെന്തായിരുന്നു? സിന്ധി. ഇതോ കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി. ഇതോ ബോഡോ, ഡോഗിരി, സന്താലി, മൈതാലി, BDSM. ഓക്കെ, അപ്പം ഇതാണ് മൊത്തം വരുന്നത്. ഈ ഒരു കോഡ് വെച്ചിട്ട് അത് പഠിക്കാം. അതേപോലെ നേരത്തെ നമ്മളുടെ അത് പഠിക്കാം. അപ്പോൾ ആക്ച്വലി ബ്രിട്ടീഷ് ഇവിടെ ലീവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ ബേസിക് ആയ കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി നമുക്ക് ഫർദർ ക്ലാസ്സിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാം, അതേപോലെ ആർട്ടിക്കിൾസ് പഠിക്കാം. 1 മുതൽ 4, 5 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസാണ്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ.